ഫഹ്മിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ജയ്ത്തുവിന്റെ ചരിത്രത്തിൽ 90 സ്കോർ ചെയ്യുന്നത്. നമ്മളെ ബോയ്സ് ക്യാമ്പസിലെ ആദ്യത്തെ സാറ്റ് എക്സാം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ കുട്ടികളെ എക്സാം എഴുതിയിരുന്നു. ഇതിന്റെ റിസൾട്ട് നമ്മൾ പ്രഖ്യാപിക്കാൻ പോവാണ്. അസ്സലാമു അലൈക്കും. പിന്നെ എക്സാം കഴിഞ്ഞില്ല. അപ്പോൾ മാഷാ അല്ലാഹ് നിങ്ങളൊരു അടിപൊളി പെർഫോമൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ മാർക്ക് ഇപ്പം നമ്മൾ ഗേൾസിലും എക്സാം എഴുതിയിരുന്നു, ഇവിടുന്ന് എക്സാം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ മാർക്ക് എടുത്തിട്ടുള്ളത് നമ്മൾ ഇവിടുന്നാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ പ്ലസ് വണ്ണിലാണെങ്കിലും കമ്പൈൻഡ് എക്സാമിൽ ജയിലും ടോപ്പ് വരുന്നത് നമ്മളെ ഈശാം വി പി ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ റിസൾട്ട് പ്രഖ്യാപിക്കും. ആർക്കായിരിക്കും ഫസ്റ്റ്? ഈ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് 2 വർഷത്തെ ഹോസ്റ്റൽ ഫീയും ട്യൂഷൻ ഫീയും കംപ്ലീറ്റ് ഫ്രീ ആണ്. വിച്ച് മീൻസ് ഒരു 3.5 ലക്ഷം രൂപന്റെ സ്കോളർഷിപ്പിനാണ് അവൻ അർഹനായിട്ടുള്ളത്. സോ ലെറ്റ്സ് വെൽക്കം വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫഹ്മി CK. ഫഹ്മിയുടെ സ്റ്റാൻഡ് അപ്പ്. മാഷാ അല്ലാഹ്, സോ ഗുഡ്. ഫഹ്മിക്ക് 91% 88 എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 40 മാർക്കിൽ നെഗറ്റീവ് ഉണ്ടായിട്ട് പോലും 36 അബവ് മാർക്ക് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. മാഷാ അല്ലാഹ്, വെരി ഗുഡ്, അടിപൊളി ഫഹ്മി. ഇനി ഇത് മാത്രമല്ല, കഥ ഇവിടെ അവസാനിക്കുന്നില്ല. സെക്കൻഡ് കിട്ടിയിട്ടുള്ളത് ഫാദി റഹ്മാൻ എന്ന് പറയും. അത് അൽഹർമയിൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ സ്കൂളിലെ കുട്ടിയാണ്. ബാക്കിയുള്ള 9 പേരും ഈ ക്ലാസ്സിനാണ്. അപ്പോൾ ഈ 9 പേരും 1 ലക്ഷം രൂപന്റെ സ്കോളർഷിപ്പിന് അർഹരുമാണ്. അപ്പൊ അത്രയും മാഷാ അല്ലാഹ് നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നിമിഷമായതുകൊണ്ട് വന്നിട്ടുള്ളത്. ദാറ്റ്സ് ദ പവർ ഓഫ് അക്കാഡമിക്സ്. നമ്മളെ ടീച്ചേഴ്സിന്റെ ഒരു എഫേർട്ടാണത്. ഞാൻ വായിക്കും ഓരോരുത്തരെയും. ഒരു 88% മാർക്ക് കിട്ടിയുണ്ട്. മാസിൻ ഇമ്രാൻ എണീറ്റിക്ക്, വെരി ഗുഡ്. കണ്ടിന്യൂസ്ലി നന്നായി പെർഫോം ചെയ്യുന്ന അദ്നാൻ മാഷാ അല്ലാഹ്, വെരി ഗുഡ്. പിന്നെ ആഹിൽ അഷ്റഫ്, ആഹില് ഏകദേശം 80% മാർക്കാണ്, വെരി ഗുഡ്. പിന്നെ അബ്ദുള്ള MN, അടിപൊളി. അൻസിഫ് UM, മാഷാ അല്ലാഹ്. അതേപോലെ ഫഹ്മി M ഷാസ്, അഗൈൻ 75%. പിന്നെ ആദിൽ KP. അപ്പോ ഈ രൂപത്തിലേക്ക് എത്തിയതിന്റെ ഒരു ചീഫ് ആർക്കിടെക്ട്സ് നമ്മളെ ടീച്ചേഴ്സിന്, അവർക്ക് നല്ലൊരു ക്ലാപ്പും കൂടി കൊടുക്കാം. ഈ പ്രാവശ്യമാണ് നമ്മൾ കരുതിയ രൂപത്തിലുള്ള ഒരു ZJP ജൂനിയർ പ്രോഗ്രാം നമുക്ക് ആയിട്ടുള്ളത്. ഫഹ്മിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ജയ്ത്തുവിന്റെ ചരിത്രത്തിൽ 90 സ്കോർ ചെയ്യുന്നത്. എല്ലാവർക്കും കരുതുന്നതിൽ അപ്പുറത്തിലുള്ള നല്ലൊരു സ്കോർ നമ്മളെ 10th വരട്ടെ. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു കോച്ചിങ് ആണ് ശരിക്കും നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾ ആൺകുട്ടികളെ കാണുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് അവരോട് പറയാനുള്ളത് ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് വന്നിടുവേ.